ട്രേഡ് ചെയ്യാൻ അറിയാം പക്ഷേ ക്യാപിറ്റൽ ഇല്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ട്രേഡ് മാർക്സ് അക്കാഡമി 1,00,000 രൂപ ക്യാഷ് പ്രൈസ് നിങ്ങൾക്ക് തരും. പക്ഷെ ഇപ്പൊ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലാണ് മാർക്കറ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും കുറെ പേരെ ട്രാപ്പ് ചെയ്തു. ഇന്നലെ ഗ്യാപ്പ് അപ്പിൽ ട്രാപ്പ് ചെയ്തു. ഇന്ന് ചെയ്തത് ഹ്യൂജ് ക്യാൻഡിലാണ് ട്രാപ്പ് ചെയ്തത്. ഇന്ന് നല്ല ഒരു ലോസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ ദിവസമായിരുന്നു. എന്തായാലും പറഞ്ഞു രാവിലെ ട്രേഡ് ഒന്നും ഇല്ല, ഇത് ഇന്ന രീതിയിലാണ് പോകത്തുള്ളൂ, എനിക്ക് ഒട്ടും വ്യൂ ഇല്ല, ഐ എം ഡൺ. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ട്രേഡേഴ്സ് ചലഞ്ച് ആണ്, ഓപ്പൺ ട്രേഡേഴ്സ് ചലഞ്ച് ആണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്ര പെട്ടെന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുള്ള പ്രിയ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയാണ്, രാവിലെ താമസിച്ചെണീക്കുന്നു, ജോലിക്ക് പോകാതിരിക്കുന്നു എന്ന് വെച്ച് നേരെ ട്രേഡ് ചെയ്യാൻ. എന്നാൽ ഇന്നത്തെ സാലറിയില്ല, ഇന്നത്തെ ആ ഒരു ചെറിയൊരു പോക്കറ്റ് മണി ട്രേഡിങ്ങിൽ നിന്ന് ഉണ്ടാക്കാം എന്ന് വെച്ച് ചാടിക്കയറി ട്രേഡ് ചെയ്യാനൊന്നും പോകരുത്. നമുക്ക് ഇപ്പം കാലാവസ്ഥ അവര് മഴ വരുവോ ഇല്ലയോ എന്ന് പ്രഖ്യാപിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒട്ടും തന്നെ അനലൈസ് ചെയ്യില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാർക്കറ്റ് പലപ്പോഴും മൂവ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലാണ് മാർക്കറ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്നലെ നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് രാവിലെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വലിയ മൂവ്മെന്റോ കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. അതിന്റെ ബേസിൽ ഞാൻ നേരെ ലൈവ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് കഴിഞ്ഞു, നോ ട്രേഡ് ഡേ എന്ന് നമ്മൾ രാവിലെ തന്നെ പറഞ്ഞു. നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം നാളെ നമ്മൾ മാർക്കറ്റിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത്. ആദ്യം തന്നെ നിഫ്റ്റിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത് എന്താണ്, ഈ 25,000 എന്ന് പറയുന്ന ഈ ഒരു സേർട്ടൈൻ ലെവലിന് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ഫസ്റ്റ് മാർക്കറ്റ് ബെയർ സൈഡിലേക്ക് പോയി. ഇന്നും കുറെ പേരെ ട്രാപ്പ് ചെയ്തു. ഇന്നലെ ഗ്യാപ്പ് അപ്പിൽ ട്രാപ്പ് ചെയ്തു. ഇന്ന് ചെയ്തത് ഹ്യൂജ് ക്യാൻഡിലാണ് ട്രാപ്പ് ചെയ്തത്. ഈ ഒരു ഉണ്ടപ്പോ കുറെ പേര്, എസ്പെഷ്യലി 5 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന കുറെ പേരുണ്ട് ഇവിടെ. എനിക്കറിയാം 5 മിനിറ്റ് ട്രേഡ് ചെയ്തിട്ട് ഇതിന്റെ ക്ലോസിന് എടുത്തു. ഇത് വന്നപ്പോ സന്തോഷമായി. അപ്പൊ അവർ വിചാരിച്ചു ഇത്രയും വന്നില്ല, എന്നാൽ ഇനി ഇത് മൊത്തത്തിൽ വീഴും എന്ന എക്സ്പെക്ടേഷനിൽ എടുത്ത് വെയിറ്റ് ചെയ്തിരുന്നു. തിരിച്ചിത് കയറിപ്പോന്ന് വിഷമിച്ചു. പക്ഷെ റീടെസ്റ്റ് ചെയ്യാന്ന് കൺഫേം ഒരു തോന്നൽ വന്നിട്ട് നേരെ മാർക്കറ്റ് ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. ടൈം ഡി കെ അടിച്ച് കാണും, ഇല്ലെങ്കിൽ ടൈം ഡി കെ ട്യൂസ്ഡേ ആയിട്ടുള്ളൂ. എന്നിരുന്നാൽ തന്നെ വലിയ മൊമെന്റം ഇല്ലാതെ ഗാമ വലിയ രീതിയിൽ അഫക്ട് ചെയ്യാതെ നമുക്കൊരു പുഷ് കിട്ടിയിട്ടില്ല അല്ലെ. ചെറിയൊരു രീതിയിൽ ആദ്യം കിട്ടിയവർക്ക് എനിക്കറിയാം കുറെ പേര് ഇതിൽ ട്രാപ്പ് ആയിട്ടുണ്ട്. ട്രാപ്പ് ആയിട്ടുള്ളവർ ജസ്റ്റ് ട്രാപ്ഡ് എന്ന് ജസ്റ്റ് താഴെ നിന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് നേരെ ഒരു പുഷ് തന്നപ്പോഴത്തേക്ക് ഇത് വെയിറ്റ് ചെയ്തിരുന്നു, ഹോൾഡ് ചെയ്തിട്ട് ഇരുന്നവരെ കാണും ഇല്ലേ. ഈ ഒരു ഷോർട്ട് ചെയ്തു, പി ബൈ ചെയ്തു, ഇത് തിരിച്ചു കയറിയപ്പോഴത്തേക്ക് ഹോൾഡ് ചെയ്തിരുന്നവരുണ്ട്. പക്ഷെ അത് തിരിച്ചത് ഇത്രയും കയറിയപ്പോഴത്തേക്ക് അവരുടെ എല്ലാ കോൺഫിഡൻസും നിങ്ങളുടെ പോയി കാണും അല്ലെ. അപ്പൊ എക്സിറ്റ് ചെയ്തപ്പോൾ ദാ കിടക്കുന്നത് പിന്നെയും ഫോളോ ആകാൻ തുടങ്ങി. നിങ്ങൾ മൈറ്റ് ബി ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ആയിരിക്കും സെല്ല് ചെയ്തത്. പ്രീവിയസ് ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്തു എന്ന് വെച്ചിട്ട് അപ്പൊ അതാ പിന്നെയും കയറിപ്പോയിട്ടുണ്ട്. ഇന്ന് നല്ല ഒരു ലോസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ ദിവസമായിരുന്നു. എന്തായാലും ഉണ്ടാക്കിയിട്ടുള്ളവർ താഴെ ജസ്റ്റ് ലോസ് ബുക്ക്ഡ് എന്ന് ഷെയർ ചെയ്യുക കമന്റിൽ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കാര്യം ഇവിടെ വേറെ ഒന്നുമല്ല, നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ ഫൈൻ, എനിക്കിന്ന് ലോസ് ആയിരുന്നു, ഞാൻ അത് ലോസ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് നമുക്കൊരു അക്സെപ്റ്റൻസ് വേണം. അല്ലാതെ ഞാൻ ഇന്ന് ലോസ് വന്ന മാർക്കറ്റ് ഇങ്ങനെ പോയത് കൊണ്ടാണെന്ന് ഇന്ന് വിചാരിക്കേണ്ട. ഞാൻ രാവിലെ തന്നെ പറഞ്ഞു ഇന്നത്തെ ലൈവ് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾ നേരെ പോവുക, എടുത്തു നോക്ക്. പറഞ്ഞു രാവിലെ ട്രേഡ് ഒന്നും ഇല്ല, ഇത് ഇന്ന രീതിയിലാണ് പോകത്തുള്ളൂ, എനിക്ക് ഒട്ടും വ്യൂ ഇല്ല, ഐ എം ഡൺ, നോ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈവ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നിഫ്റ്റിയിൽ നാളെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നോക്കേണ്ടത് എന്താണത്, ഈ ലെവൽ തന്നെ, വേറെ ഒരു മാറ്റവും വേണ്ട. നാളെ ആണെങ്കിലും എന്റെ വ്യൂ ബുള്ളിഷ് തന്നെ. ഞാൻ ബേറി സൈഡിലേക്ക് ഇനി ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ 24,462 ലെറ്റ്സ് 24,450 ലെറ്റ്സ് 24,500 താഴെയെങ്കിലും മാർക്കറ്റ് വന്നാൽ ഞാൻ എന്തെങ്കിലും ആ ഒരു ബേറി സൈഡിലേക്ക് ഞാൻ വേണമെന്ന് പോലും ചിന്തിക്കത്തുള്ളൂ. അല്ലാതെ ബേറി സൈഡിലേക്ക് നമുക്കൊരു ട്രേഡ് ഇല്ല. കാരണം കറന്റ്ലി നമ്മൾ റീസെന്റ് കാണുന്ന എന്താണ്, ഇവിടെ തൊട്ട് ഇവിടെ വരെ നോക്കിക്കേ, ഒരു ട്രെൻഡ് അപ് ട്രെൻഡ് ആണ്. അതായത് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഷെയറിന്റെ പ്രൈസ് നേരെ ഇവിടെ വരെ കയറിയിട്ടുണ്ട്. കറന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് അപ് ട്രെൻഡാ. അപ്പൊ ആ ട്രെൻഡിനനുസരിച്ച് മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുള്ളൂ. അതിന് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ വഴിക്ക് വിടുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം പക്ഷേ ക്യാപിറ്റൽ ഇല്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ട്രേഡ് മാർക്സ് അക്കാഡമി 1,00,000 രൂപ ക്യാഷ് പ്രൈസ് നിങ്ങൾക്ക് തരും. വളരെ സിമ്പിൾ ആണ്. ട്രേഡേഴ്സ് ചലഞ്ച് അതും ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും.
ഇന്ന് ഇപ്പോൾ മുതൽ ഇതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. ട്രേഡ് ചെയ്യാനായിട്ട് എനിക്കറിയാം, പക്ഷെ എന്റെ ക്യാപിറ്റൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വലിയ പ്രോഫിറ്റ് എത്താത്ത. നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം, ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ്, ഹിയർ യു ഗോ. സി 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ട്രേഡേഴ്സ് ചാലഞ്ച് 2.0 ബൈ ട്രേഡ് മാക്സ് അക്കാഡമി. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇത് നേരെ വരിക, നേരെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ഹിയർ ടു ജോയിൻ ട്രേഡേഴ്സ് ചാലഞ്ച് 2.0. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ബ്രോക്കേഴ്സിന്റെ ലിങ്ക് തന്നെ വെച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ തന്നെ ട്രേഡ് ചെയ്യണം. ഫസ്റ്റ് പ്രിഫറൻസ് ഡണ്ണിൽ ചെയ്യുക. സെക്കൻഡ് നിങ്ങൾക്ക് ആലിസ് ബ്ലൂവോ ഫയേഴ്സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന്റെ ലിങ്ക്സ് നിങ്ങൾക്ക് ഈ പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സിമ്പിൾ. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ അണ്ടറിൽ നമ്മളുടെ തന്നെ പേഴ്സണലൈസ്ഡ് ലിങ്ക് ഉണ്ട്. നമ്മളുടെ ലിങ്ക് ത്രൂ തന്നെ നിങ്ങൾ ചെയ്യണം. ദന്നിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇൻ കേസ് ദന്ന് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ഫയേഴ്സിലോട്ട് പോവാ, ഇല്ലെങ്കിൽ ആലിസ് ബ്ലൂയിലോട്ട് പോവാ, എന്നിട്ട് ട്രേഡ് ചെയ്യും. എല്ലാ ദിവസവും കുറച്ചധികം റൂൾസും കാര്യങ്ങളും കാണും. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. വേറെ ഒന്നുമില്ല, നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന P&L നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ചെയ്യുക. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ട്രേഡേഴ്സ് ചലഞ്ച് ആണ്, ഓപ്പൺ ട്രേഡേഴ്സ് ചലഞ്ച് ആണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്ര പെട്ടെന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. ജൂലൈ 1 മുതൽ 30-ാം തീയതി വരെ എല്ലാ മാസവും ഇനിയും കാണും. ജൂലൈ 1 മുതൽ 30-ാം തീയതി വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത മാസം, ഇല്ല അതിന്റെ അടുത്ത മാസം, ഇതിന്റെ അടുത്ത മാസം, ഈ രീതിയിൽ വരും. ഇപ്പോൾ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ, 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാപിറ്റൽ ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ അത് സൂൺ അതൊരു 10 ലാക്ക് വരെ എത്തുന്നതായിരിക്കും ക്യാഷ് പ്രൈസ്. ഒരു മാസം നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടുന്ന രീതിയിൽ വരെ നമ്മളുടെ ഈ ചലഞ്ച് പയ്യെ 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 എത്തിച്ചേരുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യുക, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. Here we go. അപ്പൊ നമുക്ക് നിഫ്റ്റിയിൽ നമ്മൾ ചെയ്യുന്ന വളരെ എളുപ്പമാണ്. 25,000-ന് മുകളിൽ വരികയാണെങ്കിൽ 25,100-ഉം 25,500-ഉം. ഞാൻ വിശ്വസിക്കുന്നു അടുത്തായിട്ട് തന്നെ 25,500 നിഫ്റ്റി എത്തും എന്നുള്ളത്. അടുത്ത നമ്മൾ ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ബാങ്കിലും സെയിം കഥയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നത് പലരുടെയും ഇന്നത്തെ ട്രേഡ് ആണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇവിടെ കണ്ടോ, ഈ ഒരു ഫോള് കണ്ടപ്പോ ഷോർട്ട് ചെയ്തു, തിരിച്ചു വന്ന് നേരെ തിരിച്ചൊറ്റടിക്ക് കയറി നല്ല ലോസ് ചെന്ന് ഇറങ്ങി. പിന്നെ തിരിച്ചിറങ്ങുന്ന കണ്ടപ്പോ പിന്നെയും ദേഷ്യം പിടിച്ച് കയറുകയോ ഇറങ്ങുകയോ എന്തൊക്കെയോ ചെയ്തിട്ട് ലോസിൽ നിൽക്കുന്ന കുറെ അധികം പേരുണ്ട്. ഇതാണ് സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാപ്പിലായി പോകും എന്ന് പറയുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്നത്തെ ദിവസം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നാളെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇത്രയും മാത്രം ചെയ്താൽ മതി. 55,850 55,850ക്ക് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ 56,100 വരെ നമുക്ക് പോകാം. നാളെ കുഴപ്പമില്ല, ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് വരും. ഗ്യാപ്പ് അപ്പ് വന്നാലും ചെറിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും നമ്മൾ ഇവിടം വരെ വെയിറ്റ് ചെയ്യും. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും സ്മോൾ ഗ്യാപ്പ് ഡൗണോ വലിയ ഗ്യാപ്പ് ഡൗണോ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ അതിന്റെ വഴിക്ക് വിട്ടേക്കും. കാരണം നമ്മൾ ബേറി സൈഡിലേക്ക് നാളെ ട്രേഡ് എടുക്കുകയില്ല. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. നമുക്ക് മന്ത്ലി എക്സ്പയറിയും കൂടെയാണ് വരുന്നത് 29-ാം തീയതി. ഇന്ന് 27, നാളെ 28-ാം തീയതിയാണ്. അത് സൂക്ഷിച്ചു വേണം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഹിയർ വി ഗോ വിത്ത് ഫിൻ നിഫ്റ്റി. സെയിം സിറ്റുവേഷൻ. ഷോർട്ട് ചെയ്തു, തിരിച്ചു വന്നു, തിരിച്ചു പോയി, ഫുൾ ലോസിൽ ചാടി ഇറങ്ങിയ കുറെ അധികം ആൾക്കാരായിരിക്കും ഇന്നുള്ളത്. അപ്പൊ എന്തായാലും നാളെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് 26,600-ന് മുകളിൽ വരാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ഉണ്ട്. ഈ ഒരു ഏർലി എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ നാളെ ലൈവിൽ വന്ന് ജോയിൻ ചെയ്തു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ ഇല്ല, 11 മണിയാകുമ്പോൾ ഇപ്പൊ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അത് അതിന്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതായിരുന്നു. എപ്പോഴും നേരത്തെ 3:30 വരെ നമുക്ക് സെഷൻസ് ഉണ്ടായിരുന്നു. എനിവേ, നമ്മൾ മിഡ് ക്യാപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് മിഡ് ക്യാപ്പ് വളരെ എളുപ്പമാണ് ചെയ്യുക. ഇവിടുന്ന് ഒരു ആംഗുലർ റെസിസ്റ്റൻസ് നമുക്ക് ബ്രേക്ക്ഔട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് എടുക്കാം. ഇതും സ്റ്റിൽ ബുള്ളിഷാണ്. അത്യാവശ്യം നല്ലൊരു റാലി നമുക്ക് അടുത്ത് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇത് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റാലി 12,850 വരെ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഇല്ലെങ്കിൽ ഇതിന്റെ വ്യൂ കാര്യമല്ല, ദിസ് ഈസ് ജസ്റ്റ് മൈ വ്യൂ. ഞാനാണെങ്കിൽ ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യും എന്നൊരു കാര്യം മാത്രമാണ് അവിടെ ഷെയർ ചെയ്തത്. അപ്പൊ നമ്മൾ സെൻസെക്സിലേക്ക് വരുമ്പോഴത്തേക്ക് 82,250ക്ക് മുകളിൽ വരുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യും. അതായത് ഇന്നത്തെ ലെവൽ തന്നെ. ഈ ലെവലൊക്കെ നമുക്ക് നമ്മുടെ TMA ഫാമിലിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മളുടെ HDFC ലൈഫ് റൈറ്റ് സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലാണ്. നമ്മൾ എവിടെ നിന്ന് എടുത്തത് 760. ഇതായിരുന്നു നമ്മുടെ എൻട്രി പോയിന്റ്. സ്റ്റോപ്പ് ലോസ് ഇതാണ് റൈറ്റ്. ഇപ്പൊ 775 നിൽക്കുന്നത്. സോ സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലാണ് അവിടെ നിൽക്കുന്നത്. ടാറ്റ സ്റ്റീൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലും അദാനി പോർട്ട് ഇതാണ് നമ്മുടെ കയ്യിൽ കറങ്ങുള്ളത്. ടാറ്റ സ്റ്റീൽ നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നോ പ്രോബ്ലം, ബ്രേക്ക് ഈവൻ, സൂപ്പർ ഗ്രേറ്റ്. അദാനി പോർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ
നല്ല ഒരു പുഷ് കിട്ടിയിട്ട് കറന്റ് അത് നല്ല ലെവലിൽ തന്നെയാണ് നിൽക്കുന്നതും. ഈസി 1 hour ടൈം ഫ്രെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് കാണാൻ സാധിക്കും. സൂൺ അത് നമ്മുടെ ആ ഒരു ടാർഗറ്റ് ലെവലിലേക്ക് എത്തുന്നതായിരിക്കും. ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് നെക്സ്റ്റ് മന്ത് എക്സ്പയറി, കറന്റ് മന്ത് എക്സ്പയറി അല്ല. നെക്സ്റ്റ് മന്ത് എക്സ്പയറി ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ടാറ്റാ സ്റ്റീൽ നമ്മൾ എടുക്കുന്നു. ടാറ്റാ സ്റ്റീൽ ഞാനിപ്പം ഡെയിലി ടൈം ഇത് നേരെ ടാർഗറ്റ് ഹിറ്റ് നിർബന്ധമൊന്നുമില്ല, തിരിച്ചു പോകാം കേട്ടോ. നമുക്കൊരിക്കലും തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ, നമ്മളെ രക്ഷിക്കാൻ ഒരാളുണ്ട്, സ്റ്റോപ്പ് ലോസ് ഉണ്ട്. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സോ അടുത്ത മാസം അവസാനം വരെ ഉണ്ട്, അതായത് ജൂൺ മാസം അവസാനം ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 30 ദിവസം വർക്കിംഗ് ഡേയും കൂടെ ലൈക്ക് ഹോളിഡേയ്സ് കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അതിന്റെ പുറകെ പിടിക്കാൻ പോകരുത്. 30 days. ഓക്കെ, 30 days, ഒരു മാസം ടൈം ഉണ്ടെന്ന് വിശ്വസിക്കുക. ഒരു മാസം കൊണ്ട് ഒരു 170 ഒക്കെ സുഖമായിട്ട് എത്താൻ പറ്റും. ബുള്ളിഷാണ്, നല്ല ബുള്ളിഷാണ്. ആ രീതിയിൽ എത്തുകയാണെങ്കിൽ മാത്രം ഞാൻ പറയുകയല്ല 170 സുഖമായിട്ട് അവിടെ അടിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് ആ രീതിയിൽ പോകുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. 176 ഒക്കെ ആവുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള 160 എന്ന് പറയുന്നത് ITM ആയി മാറും. ITM ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് 0.75, 0.8 to 0.1 റേഞ്ച്, 0.5 to 0.1, സോറി 1, 0.1 അല്ല 1 ഡെൽറ്റ വാല്യൂ അത്ര ചേഞ്ച് ആവും. നമുക്ക് നല്ല ഈവൻ ഒരു ബ്ലാസ്റ്റ് എങ്ങാനും ഇടയ്ക്ക് കിട്ടിയാൽ പിന്നെ പറയണ്ട, സുഖം. 180 ഒക്കെ ആവുകയാണെങ്കിൽ ഇത് ഡീപ്പ് 80 കിടക്കുമായിരിക്കും, സൂപ്പർബായിരിക്കും. ഈ ഒരു രീതിയിൽ നെക്സ്റ്റ് എക്സ്പയറി എടുക്കുമ്പോൾ ഗുണമുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇനി മുതൽ നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി എടുക്കാൻ പോവുകയാണെങ്കിൽ അത് തിരിച്ചും വരാം. നിങ്ങൾ ഇപ്പൊ എടുത്തു നേരെ തിരിച്ച് വ്യൂ പോയി നേരെ എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല വോളിയം ഇല്ലെങ്കിൽ. അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം എന്ത് തന്നെയാണെങ്കിലും ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് BTCയുടെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? BTC ഓൾമോസ്റ്റ് ലൈക്ക് $1,06,614 കറന്റ് നിൽക്കുന്നത്. എനിവേ ഞാൻ ബുള്ളിഷ് ആണ്. അതെന്തായാലും പുതിയൊരു ഓൾ ടൈം ഹൈ അടുത്തായിട്ട് തന്നെ BTC ഹിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മളുടെ കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ ഗോൾഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയും കൂടെയാണ്. നമ്മൾ ബാംഗ്ലൂർ ഈ വരുന്ന 30-ാം തീയതി നമ്മളൊരു ബേസിക്സ് ഓഫ് കമ്മ്യൂണിറ്റി മാർക്കറ്റിനെ പറ്റി ആൻഡ് ഓൾസോ സൈക്കോളജി ആയിരിക്കും കൂടുതൽ നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും അത് അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇന്നത്തെ ചോദ്യം ഇതാണ്, FMCG സെക്ടറിൽ, നിഫ്റ്റി FMCG സെക്ടറിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്ക് ഏതാണ്? FMCG സെക്ടർ, FMCG സെക്ടറിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്ക് ഏതാണ്? അപ്പൊ നമ്മൾ നേരെ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ഒരു താഴെ ഒരു സെർട്ടൻ ലെവലിൽ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നു. എനിവേ നമ്മളിത് റീസെന്റ് നോക്കുമ്പോൾ എന്താണ്, ബുള്ളി സൈഡിലോട്ടാണ് കാണുന്നത്. ബട്ട് ഇവിടുന്ന് ഒരു ആംഗുലർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടല്ലേ, ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ നടന്നിട്ടാണ് പോയിട്ടുള്ളത്. എനിവേ ന്യൂട്രൽ, സിമ്പിൾ ആസ് ദാറ്റ്. ഈ ഒരു രീതിയിൽ നോക്കാം. അപ്പൊ നിങ്ങൾ ആരും ട്രേഡേഴ്സ് ചലഞ്ചിന്റെ കാര്യം മറക്കണ്ട. ഇപ്പോ തന്നെ ജോയിൻ ചെയ്തോ. എന്തായാലും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, എന്നാ പിന്നെ ട്രേഡേഴ്സ് ചലഞ്ച് കൂടെ രജിസ്റ്റർ ചെയ്ത് നോക്ക്. എങ്ങാനും ലോട്ടറി അടിച്ചാലോ, നിങ്ങൾക്ക് ആ 1 ലക്ഷം രൂപ കിട്ടിയാലോ. ലോട്ടറി എന്ന് മാത്രം പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് റൂൾസും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ അറിയിക്കും. 1 മാസം സമയമുണ്ട്. ഈ 1 മാസം നിങ്ങൾ നമ്മളുടെ ഡൺ ഇല്ലെങ്കിൽ നമ്മളുടെ 5 years ഇല്ലെങ്കിൽ നമ്മളുടെ ആലീസ് ഏതാണെങ്കിലും നിങ്ങൾ അതുമായിട്ട് യൂസ്ഡ് ആകുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാവുന്നതാണ്. See you then.